അപ്പോൾ ഈ വീഡിയോ സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളും ഒക്കെ ഇനി പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവരും പ്രഗ്നൻ്റ് ആവാൻ ആഗ്രഹിക്കുന്നവരും ഒക്കെ തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആരും മിസ് ചെയ്യാതെ ഈ വീഡിയോ കാണണം. എന്നാലേ ഇതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ കുറച്ച് നിങ്ങൾക്ക് മനസ്സിലാവാനുള്ള സാധ്യത ഉള്ളൂ കേട്ടോ. അപ്പോൾ ഓക്കെ, എപ്പോഴും പറയുന്ന പോലെ തന്നെ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതാണെങ്കിൽ എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് റസീന നിയാസ് ആണ്. എല്ലാ സ്ത്രീകളും, പ്രത്യേകിച്ച് പുതിയതായിട്ട് കല്യാണം കഴിക്കാൻ പോകുന്നവർ, പിന്നെ പെൺകുട്ടികൾ, അമ്മമാർ, വീണ്ടും അമ്മയാവാൻ ആഗ്രഹിക്കുന്നവർ എല്ലാവരും തീർച്ചയായിട്ടും കാണേണ്ട ഒരു വീഡിയോ ആണ് ഈ വീഡിയോ ഞാൻ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് വേണ്ടി മാത്രം സമർപ്പിക്കുന്നു കേട്ടോ. നിർബന്ധമായിട്ടും ഈ വീഡിയോ നിങ്ങൾ കാണുക, മുഴുവനായിട്ടും കാണുക. അന്നെങ്കിൽ മാത്രമേ എന്തെങ്കിലും ഇതിൽ നിന്ന് നിങ്ങൾക്കൊരു ചെറിയ ഉപകാരം കിട്ടുള്ളൂ കേട്ടോ. പെട്ടെന്ന് വരുന്ന ഈ ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ടെൻഷൻ ആവണോ അതോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞു തരാം ഈ വീഡിയോ. അപ്പോൾ മുഴുവനായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഓക്കെ, ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. എൻ്റെ ചാനലിൻ്റെ പേര് റസീന നിയാസ് എന്നാണ്. റസീന എൻ്റെ പേരും നിയാസ് എൻ്റെ ഹസ്ബൻഡിൻ്റെ പേരുമാണ്. അപ്പോൾ എപ്പോഴും പറയുന്നത് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ഞാൻ ബോറടിപ്പിക്കുന്നില്ല, ഇഷ്ടമുണ്ടെങ്കിൽ ചെയ്യാട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തേത് എൻ്റെ അബോർഷൻ സ്റ്റോറിയാണ്. നിങ്ങൾക്ക് തംബ്നെയിലും ടൈറ്റിലെല്ലാം കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഒരു അബോർഷൻ ആയിട്ടുള്ള ആ ഒരു സ്റ്റോറിയാണ് ഞാൻ പറയാൻ പോകുന്നത്. ശരിക്കും ഈ അബോർഷൻ എന്ന് ഉള്ള ഒരു സംഗതി എൻ്റെ ലൈഫിൽ ആദ്യമായിട്ടല്ല കേട്ടോ, ഒരുപാട് തവണ ആയിട്ടുണ്ട്. ഞാൻ ലൈഫിൽ ഒരുപാട് സഫർ ചെയ്ത ഒരാളാണ്. എല്ലാ രീതിയിലും ഞാൻ ബുദ്ധിമുട്ടി ജീവിച്ച ഒരാളാണ്. അതിൽ ഈ അബോർഷൻ എന്നുള്ളത് ലൈഫിൻ്റെ ഒരു ഭാഗമായിരുന്നു ഒരു സമയത്ത് കേട്ടോ. അപ്പോൾ അതെല്ലാം മാറ്റി നിർത്തി ഞാൻ എൻ്റെ ഒരു നല്ലൊരു ലൈഫിലേക്ക് ഞാൻ വന്ന് കയറിയപ്പോൾ എനിക്ക് പെട്ടെന്നുണ്ടായ ഒരു അബോർഷനെ കുറിച്ചിട്ടാണ് ഞാൻ പറയുന്നത്. ഇത് ഒരിക്കലും നമ്മൾ വേണമെന്ന് പറഞ്ഞ് ചെയ്തതോ എന്താ പറയുക, രണ്ട് പേരും ആഗ്രഹിച്ച് ചെയ്തതോ അങ്ങനെയൊന്നുമല്ല. നമ്മൾ വിചാരിക്കാതെ നമ്മളെ ലൈഫിലുണ്ടായ ഒരു അബോർഷൻ്റെ സ്റ്റോറിയാണ് ഞാനിപ്പോൾ പറയണത്. പിന്നെ എൻ്റെ ശ്രദ്ധ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ എൻ്റെ ട്രൈപ്പോഡ് കറക്റ്റായിട്ട് ഫേസിലേക്ക് സെറ്റായിരിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര ടൈറ്റ്, അത് ശരിയാക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാനൊരു പില്ലോൻ്റെ മുകളിൽ വെച്ചിട്ട് ഒരു കൈ അതിന് പിടിച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചതാണ്. എനിക്ക് പറയുമ്പോൾ തന്നെ ശരിക്കും വയർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഈ സ്റ്റോറി ഞാൻ ഇന്നലെ വൈകുന്നേരം നിയാസ്കോട് പറഞ്ഞു, നമുക്ക് രണ്ടുപേർക്കും കപ്പിൾസ് വ്ളോഗല്ലേ, രണ്ടുപേർക്കും ഇരുന്ന് ചെയ്യാമെന്ന് പറയുമ്പോൾ നിയാസ്ക പറഞ്ഞു, ഇപ്പോൾ നമ്മൾ പോസിറ്റീവ് തിങ്കിങ് മാത്രമേ പാടുള്ളൂ. ഇപ്പോൾ നമ്മൾ അങ്ങനെയുള്ളൊരു ജേർണിയിലാണ്. നമ്മൾ കുഞ്ഞുവാവനെ നമ്മളിങ്ങനെ കാത്തിരിക്കുന്ന സമയത്ത് ഈ ഒരു നെഗറ്റീവ് ഒന്നും വേണ്ടെന്ന്. അപ്പം ഞാൻ പറഞ്ഞു, അത് അങ്ങനെ നെഗറ്റീവായിട്ടല്ല, ഇത് ജനങ്ങൾ അറിയണം, ഇതിൻ്റെ സ്റ്റോറി എന്താണെന്ന് അറിയണം അല്ലേ. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് എന്തെങ്കിലും ഒരു ഉപകാരം കിട്ടുവാണെങ്കിൽ നല്ലതല്ലേ. അവരുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാമെന്ന് അവർക്കൊരു ഐഡിയ കിട്ടും. അങ്ങനെ 2023 ഞാൻ 22 അപ്പോൾ അങ്ങനെ ഒരു സുപ്രഭാതത്തിൽ 2023 ഞാൻ മൂന്നാമത് പ്രഗ്നൻ്റ് ആയ സമയത്ത്, അതിന് മുമ്പേ എനിക്ക് ഒരുപാട് എക്ടോപിക് കേസുകളും അങ്ങനെയൊക്കെ കെമിക്കൽ പ്രഗ്നൻസി അങ്ങനെയൊക്കെ വന്നു പോയിട്ടുണ്ട്. അതിനെല്ലാം ഞാൻ സിമ്പിളായിട്ട് അങ്ങ് എടുത്ത് കളഞ്ഞിട്ടാ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ലൈഫിൽ ഒരുപാട് ഇങ്ങനെ പെയിൻഫുള്ളായിട്ടുള്ള നിമിഷങ്ങളുള്ളതുകൊണ്ട് അതെല്ലാം ഞാൻ സിമ്പിളായിട്ട് അങ്ങനെ തട്ടിക്കളഞ്ഞു. അങ്ങനെ ഞാൻ 23 പ്രഗ്നൻ്റ് ആയപ്പോൾ എന്നെക്കായി കൂടുതൽ എനിക്ക് ഒരിക്കലും എൻ്റെ കുട്ടികളെല്ലാം വലുതായതുകൊണ്ട് എനിക്കൊരു പ്രഗ്നൻസി എന്നുള്ളത് എനിക്ക് എന്താ പറയുക, അത്രയ്ക്കും വലിയൊരു സന്തോഷം തന്നില്ലായിരുന്നു ആ സമയത്ത്. കാരണം കുട്ടികൾ രണ്ടുപേരും വലിയതായിട്ടുണ്ട്. പിന്നെ ഞാൻ സ്റ്റാർട്ടിങ് തൊട്ടിട്ട് തന്നെ പിന്നെയും അത് തുടങ്ങണമെന്നെല്ലാം വിചാരിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ഞാൻ ഒത്തിരി ആഗ്രഹിച്ച് ഇഷ്ടപ്പെട്ട് എല്ലാം നിൽക്കുന്ന സമയത്ത് എനിക്ക് അതിനോട് നമുക്കിപ്പോൾ കുഞ്ഞ് വേണ്ടാന്ന് അങ്ങനെയൊന്നും പറയാനും പറ്റിയില്ല കേട്ടോ. അപ്പോൾ വീഡിയോ ചെറിയ ഷേക്കിംഗ് ഉണ്ട്, ക്ഷമിക്കുക. അങ്ങനെ ഉള്ള ഒരു സമയത്ത് എന്തായെന്ന് വെച്ചാൽ 2023 ഞാൻ പ്രഗ്നൻ്റ് ആയി കഴിയുമ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി. നോർമലി പോലെ തന്നെ ഹോസ്പിറ്റലിൽ പോയ സമയത്തേക്ക് ആ ഒരു ഫസ്റ്റ് നമ്മൾ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് എക്ടോപിക്കും കെമിക്കൽ പ്രഗ്നൻസിയെല്ലാം വന്നതുകൊണ്ട് ഞാൻ ഫസ്റ്റ് തന്നെ സ്കാനിങ്ങിന് പോയി. സ്കാനിങ് സെൻറ്ററിൽ പോയിട്ട് അവർ സ്കാനിങ് എടുത്ത് ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവരുടെ ഒരു മുഖത്തിൻ്റെ ഭാവം കാണുമ്പോൾ എനിക്ക് എന്തോ ഒരു വല്ലായ്മ ഉണ്ടായിരുന്നു. നമുക്ക് കുറച്ച് ദിവസം കൂടി നോക്കിയിട്ട് സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ തിരിച്ചു വന്ന് മെഡിസിൻസ് എല്ലാം സ്റ്റാർട്ട് ചെയ്ത് കുറേ സപ്പോർട്ടിങ് മെഡിസിൻസും, ഞാൻ പറഞ്ഞില്ലേ ലാസ്റ്റ് വ്ളോഗിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരുപാട് ഇഞ്ചക്ഷൻ എല്ലാം എടുത്ത് അങ്ങനെ
നമ്മൾ രണ്ടാമത് സ്കാനിന് പോയപ്പോൾ സ്കാനിങ് സെൻറ്ററിൽ നിന്ന് പറഞ്ഞു ഇത് ശരിക്കുള്ളൊരു ഫീറ്റസ് ആയിട്ട് തോന്നുന്നില്ല, ഹാർട്ട് ബീറ്റൊന്നും വന്നിട്ടില്ല, പിന്നെ ഇപ്പോൾ സ്റ്റാർട്ടിങ് സ്റ്റേജ് അല്ലേ, അതുകൊണ്ടായിരിക്കാം, ഒരു പക്ഷെ മുമ്പോട്ട് വരാമായിരിക്കും എന്ന് വെച്ചാൽ അവർ നമ്മളങ്ങനെ ഒരു ഡിമോട്ടിവേറ്റ് ചെയ്തിട്ടില്ല കേട്ടോ, അങ്ങനെ പറഞ്ഞു വിട്ട്. അങ്ങനെ അത് കഴിഞ്ഞിട്ട് സ്കാനിങ് സെൻറ്റർ കുറച്ച് ദൂരമാണ്, പക്ഷേ ഞാൻ കാണിക്കുന്ന ഡോക്ടറും ഹോസ്പിറ്റലും എൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെ. രണ്ടാമതും ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞു കുറച്ച് നമുക്ക് വെയിറ്റ് ചെയ്തിട്ട് ഇനി സ്കാനിങ് സെൻറ്റർ പോയിട്ട് എടുക്കണ്ട, നമുക്ക് നമ്മളെ ഹോസ്പിറ്റലിൽ തന്നെ സ്കാൻ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ നമ്മളെ നാട്ടിലിരുന്ന് നല്ലൊരു പിന്നെ സ്കാനിങ് ചെയ്യുന്ന ഒരു ഡോക്ടർ വരുന്നുണ്ട് ആ ഹോസ്പിറ്റലിൽ തന്നെ, അവിടെ തന്നെ കാണിച്ചിട്ടാ. അങ്ങനെ കാണിച്ച് നോക്കുമ്പോൾ അയാൾ പറഞ്ഞു ഹാർട്ട് ബീറ്റ് വന്നില്ല, നമുക്ക് വെയിറ്റ് ചെയ്യാമെന്ന്. അപ്പോഴത്തേക്ക് എനിക്ക് ഏകദേശം 2 കംപ്ലീറ്റ് ആയി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം ഹാർട്ട് ബീറ്റ് വന്നില്ലായിരുന്നു. ശരിക്കും ഡോക്ടർ അപ്പോൾ പറഞ്ഞു ഇത്രയും ഡിലേ ഒന്നും ആവില്ല ഹാർട്ട് ബീറ്റ് വരാൻ, എന്നാലും നമുക്ക് വെയിറ്റ് ചെയ്ത് നോക്കാമെന്ന് പറഞ്ഞിട്ട് വെയിറ്റ് ചെയ്തു. അപ്പോഴത്തേക്ക് എൻ്റെ ഒരുപാട് സ്കാൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ 1-2 തവണ ഞാൻ പറഞ്ഞത് മാത്രമല്ല, ഒരുപാട് തവണ സ്കാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് 3 മന്ത് ഇങ്ങനെ കംപ്ലീറ്റ് ആവാറായി. ആ ഒരു സമയത്ത് ഡോക്ടർ എന്നോട് രണ്ടാമതും സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞ് വിളിപ്പിച്ച് അങ്ങനെ സ്കാൻ ചെയ്യാൻ വേണ്ടി പോയി നോക്കുമ്പോൾ ബേബിക്ക് നോ ഹാർട്ട് ബീറ്റാണ്. ശരിക്കും ഞാൻ പറഞ്ഞില്ലേ, ആ പ്രഗ്നൻസി ഞാൻ ആഗ്രഹിച്ചതല്ലായിരുന്നു. കാരണം ഇത്രയും ഡിലേ എല്ലാം ആയിട്ട് ഇനി എനിക്കൊരു പ്രഗ്നൻസി ഒന്നും വേണ്ട, ഒരു കുഞ്ഞിന് ഞാൻ അങ്ങനെ ഒരു ആഗ്രഹിക്കാത്ത പ്രഗ്നൻസി ആയിരുന്നു. ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം റബ്ബ് അങ്ങനെ ചെയ്തത്, എനിക്കൊന്നും അറിയില്ല കേട്ടോ. അതിനെക്കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ എൻ്റെ മുഖത്ത് കാണുന്ന ഈ ചിരി ഉണ്ടല്ലോ, ഇത് ശരിക്കും ചിരിയല്ല എന്ന് വേണമെങ്കിൽ പറയാം, അത്രയ്ക്ക് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് കിതപ്പുണ്ട് കേട്ടോ, കുറച്ച് ക്ഷമിക്കണേ. എന്നിട്ട് എന്തായെന്ന് വെച്ചാൽ സ്കാൻ എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നോ ഹാർട്ട് ബീറ്റാണ്. ഇനി ഇത് വെച്ചിട്ട് ഫലമൊന്നുമില്ല, നമുക്ക് ഇത് റിമൂവ് ചെയ്ത് കളയണം, അബോർഷൻ ചെയ്യണം എന്ന് പറഞ്ഞിട്ടാ. അപ്പോൾ എന്നേക്കാൾ കൂടുതൽ നിയാസ്ക ഒരുപാട് ആ സ്കാനിങ് എടുക്കുന്ന ആ റൂമിൽ തന്നെ ഒരുപാട് കരഞ്ഞ് കുറേ ഒച്ചപ്പാടൊക്കെ ആക്കി എന്നോട് കുറേ ചീത്തലും പറഞ്ഞു, എനിക്ക് പൊതുവെ താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ്. പക്ഷേ എന്തായാലും ആ ഒരു സമയത്ത് ഹാർട്ട് ബീറ്റ് വന്നില്ല എന്ന് പറയുമ്പോൾ ഞാനും ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് കേട്ടോ, കുറേ കരഞ്ഞിട്ടെല്ലാം ഉണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ 2-3 ക്ലയൻറ്റ്സ് ഉണ്ടായിരുന്നു അതേപോലെ ഇങ്ങനെ പ്രഗ്നൻസി ആയിട്ട് വന്നിട്ടുള്ളത്. അവരെല്ലാം ഒരുപാട് 8-9 വർഷം കാത്തു നിന്നിട്ട് കിട്ടിയ ഒരു പ്രഗ്നൻസിയാണ്. 3.5 വരെ കാത്തിട്ടൊന്നും അവർക്ക് ഹാർട്ട് ബീറ്റ് വരാതെ അതെടുത്ത് കളയേണ്ടി വന്നിട്ടാണ്. അപ്പോൾ അതെല്ലാം ഞാൻ പറഞ്ഞിട്ട് നിയാസ്കാനെ സമാധാനിപ്പിച്ച് അങ്ങനെ നമുക്ക് ഡോക്ടർ ടാബ്ലറ്റിന് എഴുതി തന്നു കേട്ടോ. അത്രയല്ലേ ആയിട്ടുള്ളൂ, 3 കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ലല്ലോ എന്നോട് ടാബ്ലറ്റിന് എഴുതി തന്നു. അങ്ങനെ നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇനിയിപ്പോൾ വേറെ സംഭവമൊന്നും ഇല്ലല്ലോ, എന്തായാലും ഇത് വയറ്റിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് ഒരു പ്രയോജനവും കിട്ടുന്നില്ല. അങ്ങനെ ടാബ്ലറ്റ് എടുത്തിട്ട് ഫസ്റ്റ് ഡേ ഒന്നുമില്ല, സെക്കൻഡ് ഡേ ടാബ്ലറ്റ് എടുക്കേണ്ടത് ഉണ്ടായിരുന്നില്ല, 3-ാമത്തെ ദിവസം ഒരു ടാബ്ലറ്റ് ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് ഒരു ഹാഫ് ആൻ അവറിൽ എനിക്ക് ഒരു ലേബർ പെയിൻ, അതായത് ഈ പീരിയഡ്സ് പെയിൻ എല്ലാം വരുമല്ലേ, അതുപോലെ എനിക്ക് പെയിൻ സ്റ്റാർട്ട് ചെയ്തിട്ട് ഇത് നിങ്ങൾ കാണുമ്പോൾ ഇതെന്തിനാണ് ഇതിലെല്ലാം പറയുന്നത് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. ഈ ഒരു സ്റ്റോറി ഒരു പക്ഷേ ആരുടെയെങ്കിലും ചില വെറും ഭാര്യയും ഭർത്താവായിട്ട് ജീവിക്കുന്നവരുടെ ലൈഫിലോ അല്ല ഒറ്റക്ക് നിൽക്കുന്ന സ്ത്രീകളിലോ ഇങ്ങനെ സംഭവിക്കുക. അപ്പോൾ പേടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു സ്റ്റോറി നിങ്ങൾക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ പോസിറ്റീവായിട്ട് മാത്രം എടുക്കുക. അങ്ങനെ ടാബ്ലറ്റെല്ലാം എടുത്ത് 3-ാമത്തെ ദിവസം എനിക്കൊരു പീരിയഡ് പെയിൻ പോലെ, പീരിയഡ് പെയിൻ അല്ല അതിലും നല്ല പെയിനായിരുന്നു, കൂടെ എനിക്ക് പേടിയുണ്ടായി ഉള്ളിൽ, നല്ല പെയിനെല്ലാം വന്നു. കുറച്ച് സമയത്തിൽ ബ്ലീഡിങ് സ്റ്റാർട്ടായി. ബ്ലീഡിംഗ് എന്ന് വെച്ചാൽ ഹെവി ബ്ലീഡിംഗ് അല്ല, ഇതാണ് ഞാൻ പറയാൻ വരുന്നത് കേട്ടോ. ഹെവി ബ്ലീഡിംഗ് അല്ലായിരുന്നു, ഒരു നോർമൽ ബ്ലീഡിംഗ് ആയിരുന്നു. നമ്മൾ കമ്പയർ ചെയ്താൽ പീരിയഡ്സിൻ്റെ അത്ര പോലും ബ്ലീഡിങ് കണ്ടില്ല കേട്ടോ. പിന്നെ ഒരു 5-6 ദിവസം ബ്ലീഡ് ഉണ്ടായിരുന്നു, അത് നോർമലി ആയിട്ടുള്ള ബ്ലീഡാണ്, ഹെവി ബ്ലീഡിങ് ഉണ്ടായിരുന്നില്ല, ലൈറ്റായിട്ടുള്ള ബ്ലീഡിംഗ് ആണ്. പക്ഷേ ഞാൻ കരുതി ഒരു പക്ഷേ എൻ്റെ ശരീരത്തിൽ ബ്ലഡ് ഇല്ലാത്തത് കൊണ്ടായിരിക്കാം ഇങ്ങനെ ഒരു ബ്ലീഡിങ് എന്ന്, ലൈറ്റായിട്ട് വരുന്നത്, എല്ലാം ക്ലിയർ ആയി എന്ന് കരുതിയിട്ട് നിയാസ്ക ആഫ്റ്റർ ഡെലിവറി എങ്ങനെയാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അതുപോലത്തെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യാൻ തുടങ്ങിയിട്ടാ. 3 ദിവസം ബ്ലീഡെല്ലാം കഴിഞ്ഞിട്ട് അപ്പോഴത്തേക്ക് നിയാസ്ക നല്ല ഈ ഒരു പ്രസവിച്ച ആൾക്കാർ നോക്കൂലേ അതുപോലെ തന്നെ ഓയിൽ, ആയുർവേദിക് ഷോപ്പിൽ നിന്ന് ഓയിൽ കൊണ്ടുവരലും അത് തേച്ച് കുളിപ്പിക്കലും പിന്നെ വയറ്റിൻ്റെ ഉള്ളിലേക്ക് കൊടുക്കുന്ന കുറേ പച്ചമരുന്നുകളുണ്ടല്ലോ അതെല്ലാം കുടിക്കാനെല്ലാം സ്റ്റാർട്ട് ചെയ്തു. പിന്നെ നല്ല നല്ല ഭക്ഷണങ്ങളെല്ലാം എടുക്കാൻ തുടങ്ങി. അങ്ങനെ നല്ല ട്രീറ്റായിരുന്നു, നിയാസ്കനെ നല്ലോണം ട്രീറ്റ് ചെയ്ത്. അപ്പോൾ നിയാസ്കാക്കും അറിയില്ലല്ലോ ഇതിനെക്കുറിച്ചിട്ട്. ഞാനും കരുതി അബോർഷനായി പോയി കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ എന്ന്. പക്ഷേ എന്നാലും എൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു ചെറിയൊരു
ഒരു ക്വസ്റ്റ്യൻ മാർക്ക് ഉണ്ടായിരുന്നു. ഇത്ര ബ്ലഡ് അല്ലല്ലോ, എനിക്ക് ഇത് ഓൾറെഡി പരിചയമുള്ളത് കൊണ്ട് ഇത്ര ബ്ലഡ് അല്ലല്ലോ വരിക, ഇങ്ങനെയല്ലല്ലോ ബ്ലീഡിങ്. ഞാൻ നിയാസ്കയോട് പല തവണ ആയിട്ട് പറഞ്ഞിട്ടാ, ഇങ്ങനെയല്ല അബോഷൻ്റെ ബ്ലീഡിങ്, ഇതല്ല, ഇങ്ങനെയല്ല അബോഷൻ ആവുക എന്നൊക്കെ പറഞ്ഞപ്പോൾ നിയാസ്ക പറഞ്ഞു, നിനക്ക് എല്ലാത്തിലും നീ ഇങ്ങനെ മൈനസ് ചിന്തിക്കേണ്ട, ഇത്രയേ ഉണ്ടാവുള്ളൂ, ഒരു പക്ഷേ ബ്ലഡ് കൗണ്ട് കുറവായിരിക്കും, തീരെ ബ്ലഡ് ഉണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ശരി ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെ നമുക്ക് 10 ദിവസം കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് പോകാൻ പറഞ്ഞായിരുന്നു. ആ 10 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് പോകാൻ പറ്റില്ല കേട്ടോ. പുറകിൽ എന്തോ ഒന്ന് വീണ സൗണ്ട്, അതാണ് ഞാൻ അങ്ങോട്ടേക്ക് ശ്രദ്ധിച്ചത്. 10 ദിവസം കഴിഞ്ഞിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു 10-12 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ സ്കാനിങ്ങിന് പോയി. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ കാണിക്കുന്ന എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അതേ ഹോസ്പിറ്റലിൽ നമ്മൾ പോകാൻ തീരുമാനിച്ചു. അപ്പോൾ ഒരു 2 ദിവസം മുമ്പേ എനിക്ക് ചെറിയ ഈ പീരിയഡ് പെയിൻ ഉണ്ടല്ലോ, ലേബർ പെയിൻ പോലെ വരും. അത് സെയിം ഈ പീരിയഡിൻ്റെ പെയിൻ തന്നെ കൂടുതലായിട്ടാണ് ഈ ലേബർ പെയിനിലേക്ക് ടേണുന്നത്. അതേ രീതി തന്നെ ഉണ്ടാവും. അപ്പോൾ അറിയാത്ത ആൾക്കാരെ ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ, പ്രസവിക്കാത്ത ആൾക്കാരെല്ലാം ഉണ്ടാവില്ല, ഇതേപോലെ സെയിം പെയിൻ തന്നെ കുറച്ച് കൂടുതൽ. അങ്ങനെ പീരിയഡ് പെയിൻ പോലെ സ്റ്റാർട്ടായി. എനിക്ക് ഭയങ്കര വയറുവേദന എടുക്കാൻ തുടങ്ങി. അങ്ങനെയെല്ലാം അപ്പം ഞാൻ ഇങ്ങനെ പറയുമല്ലോ ചില പേര്, കുറച്ചെല്ലാം ഇങ്ങനെ ബാക്കി വന്നാൽ അങ്ങനെ പെയിനെല്ലാം ഉണ്ടാവുമെന്ന്. എന്തായാലും ഓക്കെ സ്കാൻ ചെയ്യാമെന്ന് വെച്ചിട്ട് സ്കാനിങ് സെൻറ്ററിൽ പോയിരുന്ന്. അതുവരെ ഞാൻ വെള്ളം കൂടി ഭയങ്കര കുറവാണ്. സ്കാനിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ എന്താക്കി, നല്ലോണം വെള്ളം കുടിച്ചു കേട്ടോ. വെള്ളം കുടിച്ച് നോക്കുമ്പോൾ എനിക്ക് പെയിൻ ഒട്ടാകെ. സ്കാനിങ്ങിനാണെങ്കിൽ കുറേ പേരുണ്ട്. എൻ്റെ അപ്പോയിൻമെൻറ്റ് ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് എടുത്തത് കേട്ടോ. ഒരുപാട് പേര് സ്കാനിങ്ങിനുണ്ട്. ഞാൻ എന്നിട്ട് ഇങ്ങനെ പെയിനിൽ ഒരു 10-20, അതിൽ ആണുങ്ങളും ഉണ്ട് പെണ്ണുങ്ങളും ഉണ്ട് സ്കാനിങ് സെൻറ്ററിൻ്റെ ഉള്ളിൽ. എല്ലാവരും ഇങ്ങനെ ചെയറിൽ ഇരുന്നിട്ടുണ്ട്. ഞാനും നിയാസ്കയും സെൻറ്ററിൽ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ വയറെല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ അമർത്തുന്നല്ലുണ്ട്. അപ്പോൾ നിയാസ്ക ചോദിക്കുന്നുണ്ട് എന്താന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല, ഒരു ചെറിയ വയറുവേദന വരുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലോണ്ട് ഇങ്ങനെ പല്ലെല്ലാം കടിച്ചിരിക്കുന്ന ചെയറെല്ലാം ഇങ്ങനെ പിടിച്ച് അമർത്തുമായിരുന്നു കേട്ടോ. അപ്പോൾ നിയാസ്ക പറഞ്ഞു നിൽക്കുക, എന്തായാലും ആയാലും ഇപ്പോൾ സ്കാനിങ് എടുക്കുമ്പോൾ അറിയുമല്ലേ എന്തിനാ വയറുവേദന. പിന്നെ നമുക്ക് മെഡിസിൻ മേടിച്ചിട്ട് പോകാം. അങ്ങനെ രണ്ടാമതും പോയി വെള്ളം കുടിച്ചു. വെള്ളം ഫുള്ളിങ്ങനെ വയറിൽ ഫുള്ളായി കിടക്കുന്ന സമയത്ത് എൻ്റെ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു പൊട്ടിത്തെറി. എനിക്കത് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല കേട്ടോ. വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് പറഞ്ഞാൽ സെയിം ഈ ഡെലിവറി പോലെ തന്നെ എന്തൊക്കെ അങ്ങ് പൊട്ടിത്തെറിച്ച് പുറത്തേക്ക് വന്ന്. ഞാൻ പാൻറ്റായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. നമ്മളെ ഉള്ളിലുള്ള എല്ലാ വസ്ത്രങ്ങളെയും എന്താ പറയുക, ഞാൻ പുറത്ത് ഇട്ടിട്ടുള്ള കുർത്തയും ഒക്കെ ബ്ലഡിലായി. ശരിക്കും പീസായിട്ട് ഇങ്ങനെ ചെതറി കിടക്കുന്നിട്ട് ആ ബ്ലഡിൻ്റെ പീസ് നിലത്ത്. എല്ലാവരും എന്നെ തന്നെ നോക്കാൻ തുടങ്ങി. എനിക്ക് ആ ഒരു സീന് പറയാൻ പറ്റുന്നില്ല കേട്ടോ, അത്രയ്ക്ക് വിഷമമാവുന്നുണ്ട്. വലിയ പീസുകൾ ബ്ലഡിൻ്റെ. വലുതെന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ വിചാരിക്കും സാധാരണ നമ്മൾ പീരിയഡ്സിനെല്ലാം പോകുന്ന ക്ലോട്ടല്ല, അതല്ല. അതിലും വലിയ പീസുകളായിട്ടുള്ള നമ്മളെ ഒരു കൈയിൻ്റെ വീതിയിലുള്ള പീസ് പോലെയുള്ള ബ്ലഡെല്ലാം പുറത്തേക്ക് ഇങ്ങനെ പൊട്ടിത്തെറിച്ച് ചിതറി കിടന്നിട്ടാ. ഞാൻ ഒട്ടാകെ ടെൻഷനായി. പക്ഷേ ഞാൻ എല്ലാം പിന്നെ എന്താ പറയുക, നമ്മൾ പീരിയഡ്സ് ടൈമിൽ വെക്കുന്ന പാഡും അതും ഇതൊക്കെ വെച്ചിട്ട് തന്നെ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. എന്നാലും അതിനെല്ലാം മറികടന്ന് തട്ടിത്തെറിപ്പിച്ചാണ് മൊത്തം നിലത്തെല്ലാം ഫുൾ അങ്ങനെ പീസുകളെല്ലാം കടന്ന്. നിയാസ്ക പെട്ടെന്ന് അടുത്ത് തന്നെ ബാത്റൂം ഉണ്ടായിരുന്നു, ബാത്റൂമിലേക്ക് കൂട്ടിയിട്ട് പോയേട്ടാ. ബാത്റൂമിലേക്ക് കൂട്ടിയിട്ട് പോയി നോക്കുമ്പോൾ ഒന്നുമില്ല. ഞാൻ ശരിക്കും തലകറങ്ങിപ്പോയി. ഫുള്ള് നോൺ സ്റ്റോപ്പ് ബ്ലഡും പീസുകളൊക്കെ ഇങ്ങനെ. അത് എവിടെ നിന്ന് വരുന്ന പീസാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഞാൻ ആദ്യമേ ചിന്തിച്ചിട്ടുണ്ട്, നമുക്കൊരു അബോഷൻ എന്ന് വെച്ചാൽ ഇത്രയും നല്ല ബ്ലഡ് നല്ലോണം പോകും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കെട്ടിക്കിടന്നിട്ടായിരിക്കാം ഈ കുറേ ക്ലോട്ട്സ് എല്ലാം വരുന്നത്. നോൺ സ്റ്റോപ്പ് ബാത്റൂമിൽ നിന്നിട്ട് നമ്മൾ എത്ര വെള്ളം ഒഴിച്ച് കഴുകിയാൽ ഈ ബ്ലഡ് പോകുന്ന നിൽക്കുന്നില്ല, ഇങ്ങനെ പീസായിട്ട് ഇങ്ങനെ വരികയാണ്. ലാസ്റ്റ് അവിടെ നിന്ന് പിന്നെ നിയാസ്ക എങ്ങനെയൊക്കെ താഴെ പാൻറ്റെല്ലാം ഊരിയിട്ട്, നമ്മൾ ലോങ്ങുള്ള കുർത്തയായിരുന്നു, അതുകൊണ്ട് നമ്മൾ വാർഡിലേക്ക് വന്ന് ഡോക്ടറിനെ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുമ്പോൾ അന്ന് ഡോക്ടർ ലീവാണ്. പിന്നെ അങ്ങനെ നിയാസ്ക വീട്ടിലേക്ക് കൂട്ടിയിട്ട് വന്നു. അതേ സ്കൂട്ടി തന്നെ കേട്ടോ. നമുക്കന്ന് അന്നും ഇന്നും 4 വീലറല്ല, നമ്മൾ സ്കൂട്ടിയാണ് ഉപയോഗിക്കുന്നത്, 2 വീലർ. എന്നിട്ട് അതുമ്പോൾ തന്നെ കൂട്ടിയിട്ട് വന്നു. ഞാൻ റോട്ടിൽ കൂടെ എല്ലാം അറിയാതെ രീതിയിൽ ഫുള്ള് പാക്കിംഗ് എല്ലാം ആയി. അങ്ങനെ വന്ന് ഇവിടെ വീടിൻ്റെ അടുത്ത് ഇറങ്ങി വീട്ടിൽ കയറി ബാത്റൂമിൽ പോയി നോക്കുമ്പോഴും, ബാത്റൂമിൽ പോയി നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഇതേ അവസ്ഥ തന്നെ. നോൺ സ്റ്റോപ്പ് ബ്ലഡ് ഇങ്ങനെ പോണു. എനിക്ക് തല കറങ്ങിക്കൊണ്ടുണ്ട്.
നിയാസ്കാണെങ്കിൽ കൂക്കിയും ബഹളവും ഒച്ചപ്പാടും തലമ്മ കൈയെല്ലാം വെച്ചിട്ട് അടിക്കലും എന്തൊക്കെയോ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ ഞാനന്ന് വിചാരിച്ചായിരുന്നു കഴിഞ്ഞതിൻ്റെതിനി ഇനി തിരിച്ച് ലൈഫിലേക്ക് ഇല്ല എന്ന് വിചാരിച്ച ആ ഒരു നിമിഷമാണ് ആ ഒരു ദിവസം കേട്ടോ. അങ്ങനെ വിചാരിച്ചിട്ട് എന്നിട്ടും ഞാൻ എൻ്റെ മനക്കരുത്ത് വിട്ടില്ല കേട്ടോ. നിയാസ്ഖാനോട് ഞാൻ പറഞ്ഞു എന്തായാലും നമ്മൾ ഫേസ് ചെയ്യണം, എന്തിനിങ്ങനെ ടെൻഷൻ അടിക്കുന്നത്, നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം. അപ്പം കുറച്ച് ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോകണം. കാരണം ഞാൻ റെഗുലറായിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടറും പ്രഗ്നൻ്റ് ആണ്. അത് വേറെ എന്തോ ഇങ്ങനെ ഒരു സ്കാനിങ്ങിന് വേണ്ടി അത് പുറത്ത് പോയിരിക്കുന്ന സമയമായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഇവിടുന്ന് ഒരു 7-8 കിലോമീറ്റർ ദൂരെയുള്ള ഹോസ്പിറ്റലിലേക്ക് പോയി. GH ആയിരുന്നു ഹോസ്പിറ്റൽ കേട്ടോ. അവിടെ പോകുമ്പോൾ നമുക്ക് മനസ്സിലായിരുന്നു, കാരണം സ്പെഷ്യലി GH ആയതുകൊണ്ട് നമുക്ക് നല്ല ട്രീറ്റ്മെൻറ്റ് ഒന്നും കിട്ടൂല എന്ന്. പക്ഷേ അവിടെ എങ്ങനെയൊക്കെയോ എത്തിയിട്ട് അവിടെ നിന്ന് നേഴ്സ് എന്നോട് ഇരിക്കാൻ പറയുന്നുണ്ട്, ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, BP എല്ലാം ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല, ഇരുന്നാൽ അവിടെ ഫുള്ള് കൊള്ളാകും. അങ്ങനെ ആ ഒരു സമയത്ത് ഞാൻ ആൾക്കാരുടെ മുമ്പിലെല്ലാം ഞാൻ ആ ഹോസ്പിറ്റലിൽ നിന്ന് നടന്നു പോയ ഒരു സീനെല്ലാം എനിക്ക് ഇപ്പോഴും കണ്ണു മുമ്പിൽ വരുന്ന കേട്ടോ. അങ്ങനെ ഹോസ്പിറ്റലിൽ പോയി അവർ നേരെ എൻ്റെ BPയും വെയിറ്റൊക്കെ ചെക്ക് ചെയ്ത് ഇരിക്കാനാവില്ലെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇല്ല, ഇരിക്കാനാവില്ല, അത്രയ്ക്ക് ബ്ലീഡിങ് ആണ്. അവർ നോർമലി എന്ന് വിചാരിച്ചു കേട്ടോ. ഇരുന്നാൽ പിന്നെ ഇവിടെ എല്ലാം മോശമാവുമെന്ന് വെച്ചിട്ട് അങ്ങനെ ലേബർ റൂമിലേക്ക് കൊണ്ടുപോയി. ലേബർ റൂമിൽ നിന്ന് ഏകദേശം 1-1.5 മണിക്കൂർ എടുത്ത് അവർ ആ പ്രൊസീജിയറെല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഫുള്ള് ക്ലീൻ ചെയ്തിട്ടും ഒരു 10 മിനിറ്റ്സോളം നല്ല അവരെക്കുറിച്ച് നമ്മൾ ഈ GH എന്ന് പറയുമ്പോൾ സ്പെഷ്യലി എല്ലാവരും ഓർക്കും നല്ല ട്രീറ്റ്മെൻറ്റ് അല്ല എന്നിട്ടാ. പക്ഷേ ഒരുപാട് നല്ല ട്രീറ്റ്മെൻറ്റ് ആയിരുന്നു അന്ന് നമുക്ക് GH എന്ന് കിട്ടിയത്. പിന്നെ നേഴ്സായിരുന്നു ഫസ്റ്റ് ട്രീറ്റ് ചെയ്തത്. നേഴ്സ് ട്രീറ്റ് ചെയ്തിട്ട് പകുതി ആകുമ്പോഴത്തേക്കും നോൺ സ്റ്റോപ്പ് ബ്ലഡായിരുന്നു. അങ്ങനെ എൻ്റെ BP വേരിയേഷൻ ആയിക്കൊണ്ടിരുന്നു, ഫുള്ള് ഡൗൺ ആകുമായിരുന്നു. അങ്ങനെ പിന്നെ ഡോക്ടർ അപ്പോൾ ഉച്ചഭക്ഷണമെല്ലാം കഴിഞ്ഞിട്ട് കിടന്നുകൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് പിന്നെ ഡോക്ടർ ഓടി വന്നു, പെട്ടെന്ന് എല്ലാം ക്ലിയർ ചെയ്ത് നീറ്റാക്കി. ആ സമയത്ത് വേറെ പുറത്ത് ലേബർ റൂമിലെല്ലാം പിന്നെ ഭർത്താക്കന്മാർ അലോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതേപോലെ തന്നെ നിയാസ്കി അന്ന് ലേബർ റൂമിൻ്റെ ഉള്ളിൽ എൻ്റെ കൂടെ തന്നെ ആയിരുന്നു കേട്ടോ. വേറെ ആരും ഇല്ലായിരുന്നല്ലോ എൻ്റെ കൂടെ, നിയാസ്ക എൻ്റെ കൂടെ തന്നെ ഉണ്ടായി. അങ്ങനെ നിയാസ്ക എന്താ പറയുക, ഇതെല്ലാം കണ്ടിട്ട് തലക്ക് കൈ വെച്ചിട്ട് കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഡോക്ടർ നല്ലതായിട്ട് ഇങ്ങനെ നമുക്ക് ധൈര്യം പറയുമായിരുന്നു, ഇതെല്ലാം നോർമലിയാണ്, കുഴപ്പമില്ല, ക്ലീൻ ആയിക്കഴിഞ്ഞാൽ പോകും. പക്ഷേ ആദ്യം നമുക്ക് ഇങ്ങനെ ബ്ലീഡിങ് ഉണ്ടായിട്ടുണ്ടാവില്ല, അതിൻ്റെതാണ് പെട്ടെന്നുള്ള ഒരു ഇങ്ങനെ ഒരു പൊട്ടിത്തെറിക്കണ ഒരു സിറ്റുവേഷൻ ഉണ്ടായതെന്നൊക്കെ പറഞ്ഞ്. പിന്നെയുള്ള ആ 1.5 മണിക്കൂർ ദയനീയമായിരുന്നു കേട്ടോ. പെയിൻ ഇല്ലാതിരിക്കാൻ ലോക്കൽ അനസ്തീഷ്യ അങ്ങനെയൊന്നും വെച്ചിട്ടില്ല. എനിക്ക് ഡയറക്റ്റായിരുന്നു ക്ലീനിങ് എല്ലാം. നല്ല പെയിൻ അനുഭവിച്ചു ഞാൻ. നല്ലോണം ക്ലീൻ ചെയ്ത് പിന്നെ ഒരു 10-20 മിനിറ്റിന് എനിക്ക് ലൈറ്റായിട്ട് അതേപോലെ ആ ഒരു പീരിയഡ്സ് പെയിൻ ഉണ്ടായിരുന്നു. പിന്നെ ഫുള്ള് ബ്ലീഡെല്ലാം നിന്നു. പിന്നെ അങ്ങനെ ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മളൊന്ന് സ്കാനിങ് എടുക്കാൻ പോയി. സെയിം ഇതേപോലത്തെ സിറ്റുവേഷൻ. സ്കാനിങ് എടുക്കാൻ പോയ സമയത്തേക്കും അവിടുന്ന് ഞാനിങ്ങനെ വെള്ളം കുടിച്ചു. 3-4 ബോട്ടിൽ വെള്ളം കുടിച്ചപ്പോൾ ബാക്കി ഉണ്ടായിരുന്നു, അവരത്ര ക്ലീൻ ചെയ്തിട്ടും ബാക്കി ഉണ്ടായിരുന്നു ബ്ലഡ് കേട്ടോ. ബ്ലഡ് എന്നല്ല, ബ്ലഡ് എന്ന് വെച്ചാൽ നോർമലി ഇങ്ങനെ വരും, ബ്ലഡിൻ്റെ ക്ലോട്ട്സ്, വലിയ ക്ലോട്ട്സ്. അതേപോലെ തന്നെ പിന്നെ അതും ഈ ആളെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിച്ചെന്ന് അറിയുമ്പോഴാണ് തോന്നുന്നു നമ്മളെ ഈ വയറ്റിൽ നിന്ന് ഇതിങ്ങനെ പുഷ് ചെയ്ത് പുറത്ത് കളയുന്നത്. അതാണ് 2 തവണ എനിക്ക് സ്കാനിങ് പോയ സമയത്ത് തന്നെ ഇങ്ങനെ ഉണ്ടാവാനുള്ള സാധ്യത വന്നതെന്ന് തോന്നുന്നു. വെള്ളം ഉണ്ടാകുമ്പോൾ വയറിലിങ്ങനെ നമുക്ക് വേറെയുള്ള സാധനത്തിന് ഇങ്ങനെ തള്ളി നിർത്തില്ല, വെള്ളം ഫുള്ള് ഫില്ലാകുമ്പോൾ, അതായിരിക്കും. അങ്ങനെ 2ാമത് സ്കാനിങ്ങിന് പോയപ്പോൾ ബാക്കിയുള്ളതും കൂടി ഇതേപോലെ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. ഭയങ്കര പെയിനായിരുന്നു. സെക്കൻഡ് ഞാൻ പിന്നെ ടെസ്റ്റിന് പോയപ്പോൾ എനിക്കതിലൊക്കെ ഇപ്പോൾ പറയുമ്പോൾ തന്നെ ഭയങ്കര എന്താ ഷുവറിങ് വരികയാണ് കേട്ടോ, അത്രയ്ക്ക് വേദനയായിരുന്നു. അങ്ങനെ അവിടുന്ന് ഫുള്ള് ക്ലീനെല്ലാം ആയിട്ട് പെയിൻ ഉണ്ടായിരുന്നു. സ്കാനിങ് എടുത്ത് നോക്കുമ്പോൾ ഇല്ല, ഒന്നുമില്ല, ക്ലിയർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഡോക്ടറെ അടുത്ത് വന്ന് അതിനുള്ള മെഡിസിൻസ് എല്ലാം മേടിച്ച് ക്യൂറായി. അങ്ങനെ പിന്നെ ഞാൻ ഒരു നോർമൽ സ്റ്റേജിലേക്ക് വന്ന് നിൽക്കാൻ ഒരു എന്താ പറയുക, ഒരു മനുഷ്യനെ പോലെ നടക്കാനോ എണീച്ച് നിൽക്കാനോ എൻ്റെ പണികൾ എടുത്ത് തുടങ്ങാനോ ശരിക്കും 6 മാസത്തിൻ്റെ അടുത്തായി എന്ന് വേണമെങ്കിൽ പറയട്ടെ. 3 മാസം ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് അബോർഷൻ ആക്കിയാൽ അങ്ങനെയൊന്നും ആവില്ല, പക്ഷെ എന്താണെന്നറിയില്ല. അതാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്, മുമ്പോട്ട് പറയാം.
ഒരു 6 മാസത്തോളമായി ഞാൻ ശരിക്കും ഒന്ന് എണീച്ച് നടക്കാൻ. അതിൽ ഞാനൊരു 4 മാസം ആകുമ്പോഴത്തേക്ക് എനിക്കൊന്ന് ബാങ്കിലേക്ക് പോകാനുണ്ടായിരുന്നു. അപ്പോൾ നിയാസ്ക പറഞ്ഞു മെല്ലെ ഒന്ന് നടന്ന് നോക്കുന്നു കേട്ടോ. ഞാൻ എണീച്ച് റോട്ടിൽ കൂടെ നടന്നതേ എനിക്ക് ഓർമ്മയുള്ളൂ. പിന്നെ എങ്ങനെയാണ് ഞാൻ വീട്ടിലെത്തിയെന്ന് അറിയില്ല. അത്രക്കും എൻ്റെ ശരീരത്തിൽ ബ്ലഡ് കൗണ്ടും ഇല്ലായിരുന്നു. ഞാൻ ഒരു പക്ഷേ അത് ഡിപ്രഷനിലേക്ക് പോയത് കൊണ്ടായിരിക്കുക, എന്തോ ഒരു ടൈപ്പിലായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് 6 മന്ത് കംപ്ലീറ്റ് റെസ്റ്റായിരുന്നു. ഞാനും എൻ്റെ ശരീരവും ഒട്ടാകെ മൊത്തത്തിലങ്ങ് മാറി വേറെ എന്താ പറയുക, എൻ്റെ ഈ നോർമൽ രീതിയല്ല. എൻ്റെ നോർമൽ രീതി നിങ്ങൾ എൻ്റെ പഴയ ചാനൽ കണ്ടാലും മനസ്സിലാവും കേട്ടോ. മല്ലു A to Z എന്നുള്ള ചാനലിൽ പോയി നോക്കിയാൽ നല്ല മെലിഞ്ഞിട്ടുള്ള ഒരാളായിരുന്നു. പിന്നെ മൊത്തത്തിലങ്ങ് ആദ്യത്തെ റസീനയെ മാറിപ്പോയി വേറൊരു റസീനയായിട്ടാണ് ഞാൻ ലൈഫിലേക്ക് തിരിച്ചു വന്നത് കേട്ടോ. എന്നാലും അവിടെ എനിക്ക് പറയാനുള്ളത്, നിയാസ്ക എൻ്റെ കൈ വിട്ടേ ഇല്ല കേട്ടോ. എല്ലാ സമയം എൻ്റെ കൂടെ നിന്ന് എന്നെ അത്രയ്ക്ക് നല്ല ട്രീറ്റ് ചെയ്ത് എനിക്ക് ഒന്ന് എണീച്ച് നിൽക്കാൻ പോലും പറ്റുന്നുണ്ടായിട്ടില്ല. അത്രയ്ക്ക് ടയേർഡായിരുന്നു. അങ്ങനെ എന്നെ ലൈഫിലേക്ക് തിരികെ കൊണ്ടുവന്നു. അപ്പോൾ നിങ്ങൾ ആരുടെയെങ്കിലും ലൈഫിൽ ആർക്കും സംഭവിക്കുക, അബോർഷൻസും ഇങ്ങനെ ഹാർട്ട് ബീറ്റ് വരാതെ ഇരിക്കലും ആർക്കും സംഭവിക്കുക. അപ്പോൾ നിങ്ങൾ ഒരു കാര്യം ചിന്തിക്കുക, അബോർഷൻ എന്ന് പറഞ്ഞാൽ അത് നമുക്ക് പീരിയഡ്സിൻ്റെ ബ്ലഡ് പോകുന്നത് പോലെ അല്ല. ഒരിക്കലും അങ്ങനെ പോയി കഴിഞ്ഞെന്ന് വിചാരിച്ച് നമ്മൾ സമാധാനിച്ച് ഇരിക്കരുത് കേട്ടോ. അബോർഷൻ ആക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ ടാബ്ലറ്റ് എല്ലാം എടുക്കുമ്പോൾ കൂടുതൽ നമ്മളിപ്പോൾ ഹോസ്പിറ്റലിൽ പോയി ക്ലീൻ ആക്കി എടുത്താൽ പിന്നെ അത്രയ്ക്ക് കൂടുതലായിട്ട് ബ്ലഡൊന്നും പോവില്ല. നമ്മൾ ടാബ്ലറ്റെല്ലാം എടുത്ത് അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ എടുത്ത് നമ്മൾ ക്ലിയർ ആക്കുവാണെങ്കിൽ ഒരുപാട് ബ്ലീഡ് ഉണ്ടാവും കേട്ടോ. നല്ലോണം ബ്ലീഡ് ഉണ്ടാവും, ടയേർഡ് ഉണ്ടാവും, പെയിൻ ഉണ്ടാവും, ക്ലോട്ട്സ് ഉണ്ടാവും. ഇതൊന്നും അല്ലാതെ ഒരു നോർമൽ രീതിയിൽ നിങ്ങൾക്ക് ബ്ലീഡായിട്ട് അത്രേ ഉണ്ടായിരുന്നുള്ളൂ. ചില ആൾ പറയുന്നതൊക്കെ എൻ്റെ അബോർഷനിലല്ലേ എനിക്ക് അത്രേ ബ്ലീഡ് വന്നിട്ടുള്ളൂ. ഒരിക്കലും അത്രേ ബ്ലീഡ് വന്നിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ നെഗ്ലക്റ്റ് ആക്കാൻ പാടില്ല. കാരണം ഒരുപാട് ബ്ലഡ് ഉണ്ടാവും. കാരണം 3 മാസമാണെങ്കിൽ 3 മാസം ഒരു കുഞ്ഞ് യൂട്രസിൻ്റെ ഉള്ളിൽ കിടക്കുന്നതാണ്. അതിന് ചുറ്റുമുള്ള ബ്ലഡും വേസ്റ്റ് ബ്ലഡും ഒക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതിൻ്റെ വേസ്റ്റ് ഭാഗങ്ങളും എന്തൊക്കെ ഉണ്ടാവും. അപ്പോൾ അതെല്ലാം നമുക്ക് പുറത്ത് വരേണ്ട ഇതുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താക്കുക, ബ്ലീഡെല്ലാം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു അബോർഷനെല്ലാം കഴിഞ്ഞ ആൾക്കാർ ഒരു 4-5 ദിവസത്തിൽ പോയിട്ട് പെട്ടെന്നൊന്ന് സ്കാൻ എടുക്കുക. ബാക്കി നമ്മൾ വയറ്റിൽ അങ്ങനെ തന്നെ തങ്ങി നിൽക്കുകയാണോ, അത് പോകുന്നില്ലേന്ന്, പിന്നെ അത് പോകാനുള്ള മാർഗ്ഗങ്ങൾ നിങ്ങൾ ഹോസ്പിറ്റലിൽ ചെന്ന് ക്ലീൻ ചെയ്യിപ്പിക്കുക കേട്ടോ. വയറ് ക്ലീൻ ചെയ്യിപ്പിക്കുക. അല്ലാതെ നമ്മൾ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇങ്ങനെ ഒരു പൊട്ടിത്തെറിപ്പ് ഇല്ലെങ്കിൽ ഞാൻ എൻ്റെ വയറ് ക്ലീനാണെന്ന് വിചാരിച്ചേനെ കേട്ടോ. സത്യമായിട്ട് ഞാൻ സ്കാനിങ്ങിന് പോകാനോ നിൽക്കുന്നുണ്ടായിട്ടില്ല. അപ്പോൾ നമ്മളങ്ങനെ നെഗ്ലക്റ്റ് ചെയ്യാതെ ഇരിക്കട്ടെ. ഹോസ്പിറ്റലിൽ ചെന്ന് അത് ക്ലീൻ ചെയ്യിപ്പിക്കുക. നമുക്ക് ബ്ലീഡിങ് കുറവാണെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നമ്മളെ ഹെൽത്തിന് ഫസ്റ്റ് നമ്മൾ മുൻഗണന കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ അബോർഷൻ സ്റ്റോറി. ഞാനിപ്പോൾ സിമ്പിളായിട്ട് അങ്ങ് പറഞ്ഞു തീർത്ത്, പക്ഷേ ഇതിൽ ഞാൻ അനുഭവിച്ചത് എത്രത്തോളം ആയിരിക്കും എന്ന് ചില ആൾക്കെങ്കിലും മനസ്സിലാവും കേട്ടോ. എനിക്കിപ്പോൾ വാക്കുകൾ വരുന്നില്ല. ആ ഒരു സംഗതി ഓർക്കുമ്പോഴും പറയുമ്പോഴും അത്രയ്ക്കൊരു ടെൻഷനാണ് എനിക്ക്. അപ്പോൾ ഇതുപോലെ ആരുടെ ലൈഫിലും ആവാതെ ഇരിക്കട്ടെ. ചില പേര് സിമ്പിളായിട്ട് എടുക്കുന്നതുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഒരു അബോർഷൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളൊരു സ്കാൻ ചെയ്ത് നോക്കുക. സ്കാൻ ചെയ്തിട്ട് ബാക്കി വയറ്റിലുണ്ടാകും നോക്കുക. എന്നിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക കേട്ടോ. ഓക്കെ. അപ്പോൾ ഇങ്ങനെ ആർക്കെങ്കിലും പെട്ടെന്ന് നിങ്ങൾ ഒറ്റയ്ക്ക് നിൽക്കുന്ന സ്ഥലത്തോ അല്ല നിങ്ങൾ ഹസ്ബൻഡ് മാത്രമുള്ള സ്ഥലത്തോ നിങ്ങൾക്ക് ഇങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങൾ പേടിക്കാതിരിക്കട്ടെ. ഇങ്ങനെ പെട്ടെന്ന് ബ്ലീഡ് വന്നു പറഞ്ഞിട്ട് നമ്മളെ മരണത്തിലേക്ക് ഇങ്ങനെ പെട്ടെന്ന് കൊണ്ടുപോകുന്നില്ല. നല്ല ഹോസ്പിറ്റലുണ്ട്, അവിടെ പോയി അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുത്ത് നന്നാക്കുക. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്ത്രീകൾക്കെല്ലാം ഒരുപക്ഷെ അബോർഷൻ ചെയ്ത ആൾക്കാരും ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും, അല്ല ചെയ്യാനിരിക്കുന്ന ആൾക്കാരുണ്ടാവും. ഹാർട്ട് ബീറ്റെല്ലാം വരാതെ. അല്ലാതെ നിങ്ങൾ ഒരിക്കലും അബോർഷൻ ചെയ്യാൻ പോകരുത് കേട്ടോ. ഹാർട്ട് ബീറ്റൊന്നും ഇല്ലെങ്കിൽ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ നമുക്ക് അതേ വഴിയുള്ളൂ, ചെയ്തിട്ടേ ചെയ്യണം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്കെല്ലാം യൂസ്ഫുൾ ആകും. അപ്പോൾ അബോർഷൻ എന്ന് വെച്ചാൽ കുറച്ച് ബ്ലീഡ് മാത്രമല്ല, നന്നായിട്ട് ബ്ലീഡിങ് ഉണ്ടാകും. അതില്ലാതെ ആയാലും തീർച്ചയായിട്ടും നിങ്ങൾ ഹോസ്പിറ്റൽ കാണിച്ച് ഒന്ന് സ്കാൻ ചെയ്ത് കൺഫേം ചെയ്യട്ടോ. അപ്പോൾ ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നാളെ ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരാം. ബൈ, ടേക്ക് കെയർ.